ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി മുതൽ ഇവനായിരിക്കും അമ്മയുടെ കളക്ഷൻ മറ്റും നോക്കുന്നത്. അല്ല, അവനതിന് ദുബായിലൊക്കെ പാനിക്കല്ലേ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നീ ചെയ്യുന്ന പോലെ തന്റെ അടുത്തുള്ള ചെയ്യാൻ അവനെ കൊണ്ട് പറ്റുമോ? അപ്പോ വക്കീലിന് പണി അറിയാല്ലേ? പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കേസ് വരുന്നതും ശിവകുഞ്ഞനല്ലേ? അതിന്റെ കാരണം എന്താണെന്നറിയോ? ശിവോഹം. അതെ, ശിവോഹം. ലോഹിത്തെ, അപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? നിനക്ക് ഈ പണിയില് ഞാനൊരു ഭാവിയാണെന്നുണ്ട്. അപ്പൊ അത് അമ്മയെ ബോധ്യപ്പെടുത്തിയിട്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങിച്ചു തരേണ്ട ഒരു കടമ മാത്രമേ എനിക്കിനിയുള്ളൂ. കാര്യങ്ങളെല്ലാം നല്ല വെടിപ്പായിട്ട് നടത്തണം. അക്കാര്യമൊക്കെ ഞാൻ ഏറ്റു ബ്രോ. എനിക്കിപ്പോ ഒരു ധൈര്യമൊക്കെ ആയി. നീ വാ. പിള്ളേ, ഈ കണക്ക് ശരിയാവുന്നില്ലല്ലോ. കുറച്ച് കുറവ് കാണുന്നുണ്ടല്ലോ. സത്യമേ, അത് മില്ലിലെ കാശ് കുറച്ച് കിട്ടാനുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തരാന്നാ പറഞ്ഞിരിക്കുന്നത്. അച്ഛന്റെ മക്കള് പോകുമ്പോണ്ടായിരുന്ന പഠിപ്പാണല്ലോ, അനങ്ങിയിട്ടില്ലല്ലോ. പൊന്നി 2 ചായ കൂടി എടുക്ക. അല്ലെങ്കിൽ ഈ ചായ ഇവർക്ക് കൊടുക്ക. അതെ, ചായയൊക്കെ പിന്നെ എടുക്കാം. അമ്മ ഒന്ന് എഴുന്നേറ്റമ്മ. എന്താടാ? എഴുന്നേറ്റമ്മ, പറയാം. എന്തോ കാര്യമായിട്ട് നിനക്ക് തരാനാ ഭാമേ? അങ്ങോട്ട് എഴുന്നേറ്റ് വാങ്ങിക്ക്. അമ്മ എഴുന്നേക്കമ്മ. ഞാൻ എഴുന്നേക്കാം. ഈ ചെറുക്കന്റെ കാര്യം എന്താടാ? ഇനി ആ പണം അമ്മയുടെ കൈ കൊടുത്തിട്ട് കാലോട്ട് വന്നിക്കാൻ നോക്ക്. ചെയ്യാൻ എന്തൊക്കെയാണ് നീ ഇവനെ കൊണ്ട് ചെയ്യിക്കുന്നത്? അമ്മ അത് ഈ പണം വാങ്ങിക്കേ. കാലോട്ട് വന്നിക്ക്. സത്യമേ, അമ്മേ, അവനെ നന്നായിട്ടൊന്ന് അനുകരിച്ചേ. പുതിയ അപ്പോയിന്റ്മെന്റ് ആന്നേ. മതി, എഴുന്നേക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തുവാടാ ഇത്? എന്റെ അമ്മയുടെ പുതിയ ശിഷ്യനാ. ശിഷ്യനോ? എനിക്ക് ചിലപ്പോ കുടുംബമായിട്ട് ചില യാത്രകളൊക്കെ പോകേണ്ടി വരും. അപ്പൊ ദേ ഈ വിഷ്ണുവിന് പകരം ദേ മറ്റൊരു വിഷ്ണു. ഇനി മുതൽ ഇവനായിരിക്കും അമ്മയുടെ കളക്ഷൻ മറ്റും നോക്കുന്നത്. അല്ല, അവനതിന് ദുബായിലൊക്കെ പാനിക്കല്ലേ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നീ ചെയ്യുന്ന പോലെ തന്റെ അടുത്തുള്ള ചെയ്യാൻ അവനെ കൊണ്ട് പറ്റുമോ? അതെന്തപ്പോ പറ്റാത്ത? എന്റെ അച്ഛ ഇവൻ മിടുക്കനാ. ഇന്നിവൻ 4 സ്ഥലത്ത് നിന്ന് കാശ് കളക്ട് ചെയ്തു. അതിലിത് 3 മാസത്തേക്ക് തരാനുള്ള പലിശയും പിന്നെ ഈ മാസത്തെ പലിശയും.
അല്ല മാസം തുടങ്ങാൻ പോകുന്ന ആലോചിക്കണം അമ്മ. എന്നിട്ട് ഈ മാസത്തെ പലിശ കൂടെ അവൻ വാങ്ങിക്കണമെങ്കിലേ ഇവൻ ഈ പണിയിൽ മിടുക്കനാണോ? അമ്മ പറ, ഇവൻ മിടുക്കനാണോ? ശരി. അതെ, ഇവ ഈ പാവത്താൻ പോലെ നിക്കുന്നതേ ഉള്ളൂ. കാഞ്ഞ ബുദ്ധിയും ഒടുക്കത്തെ ധൈര്യ. ഇവനെ ഈ പണിക്കേ എന്നെക്കാളും കറക്റ്റാ. ഞാനേ എനിക്ക് അത്യാവശ്യം ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കാര്യങ്ങളൊക്കെ സംസാരിക്കും കേട്ടാ. മക്കളെ, അച്ഛൻ പോയിട്ട് വരാം. പോയിട്ട് വരാം. അല്ല വിഷ്ണു ബ്രോ, എന്റെ ഭാമി ഇതൊക്കെ അപ്പൊ അച്ഛന് മനസ്സിലായില്ലേ? അലങ്കാരങ്ങൾ വാരി വെതറി വലിയൊരു മുൾക്കിരീടം വെച്ചു കൊടുക്കാനായിരുന്നു കൂട്ടത്തിൽ കൊണ്ടുപോയത്. രോഹിത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല വാക്ക് പറഞ്ഞു കൊണ്ടുപോയത് കൊലയ്ക്ക് കൊടുക്കാനാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും രോഹിത്തിനില്ല. ഒന്ന് നിർത്തടി. നീയേ അങ്ങനെ അങ്ങ് പറഞ്ഞു കയറി പോണ്ട. ഇവന് കൊലയ്ക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? മകന്റെ ജീവൻ തിരിച്ചു കിട്ടും. അടിയും ഇടിയും വെട്ടും കുത്തുമായിട്ട് ഇനി രോഗത്ത് നടക്കുമല്ലോ. പിന്നെ ഇനി കളക്ടറുടെ ഭർത്താവ് ഇതൊക്കെ ചെയ്യുന്നത് കുറച്ചിലാണെന്ന് വന്ന് കളക്ടർ പറഞ്ഞും കാണും. ശ്യാമേ, നീ ചുമ്മാ അതും പറഞ്ഞ് വഴക്കൊട്ടാക്കാൻ വരല്ലേ. നീ പറഞ്ഞ കാര്യങ്ങൾ പോലൊന്നും അല്ലത്. അവനൊരു ജോലി ആയിക്കോട്ടെ എന്ന് വിഷ്ണു ചെയ്തതാ. ഇങ്ങനെ ജോലി ചെയ്യുന്നതിന് ചെറിയൊരു കമ്മീഷനും ഉണ്ട്. രോഹിത്തിന് ചെറിയൊരു വരുമാനം ആയിക്കോട്ടെ നമുക്ക് കരുതി കാണും. അത് ശരി. അപ്പൊ അച്ഛൻ പറഞ്ഞു വരുന്നത് പണിയില്ലാതെ വെറുതെ ഇരുന്നതിന് പണി ഉണ്ടാക്കി കൊടുത്തതാണെന്ന് അല്ലേ? കാശ് കൊടുത്തിട്ട് അടി കൂടി കാശ് തിരിച്ചു വാങ്ങിക്കാം. നല്ല അന്തസ്സുള്ള പണിയാ. പിന്നെ ഇത് 4 മനുഷ്യരോട് പറയാൻ പറ്റുന്ന പണിയാണല്ലോ. ഉണ്ടാ പണി. ഈ പണിക്ക് എന്താടി ഒരു കുഴപ്പം? ഇതിനു മുൻപും, അതായത് നീയും നിന്റെ ചേച്ചിയും ഈ വീട്ടിലേക്ക് വരുന്നതിന് മുൻപും ഞങ്ങൾ ഈ പണി തന്നെയാ ചെയ്തോണ്ടിരുന്നത്. അന്നൊന്നും രോഹിത്തിനെ ഇതിലേക്ക് ഇറക്കിയിരുന്നില്ല എന്ന് മാത്രം. അല്ല ശ്യാമേ, നീ ഈ പണി അത്ര കൊച്ചാക്കിയെന്ന് പറയുന്നല്ലോ. ബാങ്ക് ഉദ്യോഗസ്ഥർ എന്തോ ചെയ്യുന്നേ? അവര് ടൈം കെട്ടി ഡോക്യുമെന്റ്സിന്റെ ബലത്തില് ആളുകളുടെ കഴുത്തി കുത്തിപ്പിടിച്ച് കസേര എഴുതി പൈസ മേടിക്കുന്നു. നമ്മളവർ അടുത്തു പോയി പൈസ മേടിക്കുന്നു. നമ്മളെ മതിയായ രേഖകളൊന്നും ഇല്ലാത്തോണ്ടേ ചില ഗുണ്ടായുസൊക്കെ കാണിച്ച് പണം മേടിക്കുന്നു. രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസം? അടിച്ചും ഇടിച്ചും ആളെ കുത്തിയും കൊന്നും ജോലി ചെയ്യാൻ ഞാൻ എന്റെ ഭർത്താവിനെ വിട്ടു തരില്ല. ശ്യാമേ, നീ ഇതിനകത്ത് ഇടപെടണ്ട. ഈ ജോലി ചെയ്യണോ വേണ്ടയോ എന്ന് ഞാനാ തീരുമാനിക്കുന്നേ. എനിക്കറിയാം നല്ലതും ചീത്തയൊക്കെ. നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നത് കൊണ്ടാണോ ആളെ കൊല്ലുന്ന പണിയായിട്ട് നിങ്ങൾ വന്നിരിക്കുന്നേ? ശ്യാമേ, നീ പറഞ്ഞു കേറി പോവാ. ദേ, ഞാൻ എന്റെ മക്കളെ ഒരിക്കലും രണ്ടായിട്ട് കണ്ടിട്ടില്ല. വിഷ്ണുവും രോഹിത്തും എനിക്കെന്റെ വലം കൈയും ഇടം കൈയും തന്നെയാ.